SNDP അവരുടെ ഒരു നിലപാട് യോഗം ചേർന്ന് തന്നെ ഔദ്യോഗികമായി തീരുമാനിച്ചു. അങ്ങനെ ഫോണിൽ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡേറ്റ് സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ വരുമെന്ന് ഈ ആശയം ഞങ്ങളുടെ മുമ്പ് വയ്ക്കുമെന്നാണ് ഞാൻ കേട്ട വാർത്ത. അല്ലേ? അവരത്തെ ഞങ്ങൾ സംസാരിക്കും. SNDP NSS ഐക്യത്തിലൂടെ ഞങ്ങൾ യോജിപ്പുണ്ട്. പക്ഷെ അതെങ്ങനെയൊക്കെ വേണമെന്നുള്ളത് അതിന്റെ നടപടിക്രമം അനുസരിച്ച് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 21-ാം തീയതി യോഗം കൂടി അതോടൊപ്പം തന്നെ തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ NSSനെ ഔദ്യോഗികമായിട്ട് വിവരം അറിയിക്കാൻ തീരുമാനിച്ചു. അവർ വരട്ടെ, അവർ വരുമ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് തീരുമാനം വേണം. ഐക്യമെന്നുള്ളത് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ NSSന്റെ നേതൃയോഗമല്ല NSSന്റെ ഡയറക്ടർ ബോഡി യോഗം വിളിച്ചു കൂട്ടി ഈ വക കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവിടെയും ഒരു തീരുമാനം എടുത്തിട്ട് പറയാം. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഐക്യം എന്ന ആശയത്തോട് ഞങ്ങൾ യോജിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ടാണ്. അത് NSSന്റെ യോഗം കൂടി അത് അധികാരപ്പെട്ട യോഗത്തിൽ അവതരിപ്പിച്ച് അത് അംഗീകരിപ്പിച്ചെടുക്കണം എന്നുള്ളത് അത് എൻ്റെ ഔദ്യോഗിക ചുമതലയാണ്. അത് ഞാൻ ചെയ്യും. ഈ പ്രതിസന്ധി ഉണ്ടായപ്പോ SNDPയെ ചേർത്ത് പിടിച്ചത് NSS ആണെന്നാണ്. ചേർത്ത് പിടിച്ചതുണ്ടായിരുന്നു. പ്രതിസന്ധി ഉണ്ടായപ്പോ അവരുമായിട്ട് ഇപ്പൊ അനൈക്യമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് അന്നത്തെ സാഹചര്യത്തിൽ സംഭരണ വിഷയമൊക്കെ ഉണ്ടായിരുന്നതിന് അതിന്റെ പേരിൽ അകൽച്ച ഉണ്ടായി. അത് കഴിഞ്ഞ് യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പോവുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ യോജിപ്പോടുകൂടി തന്നെ പോവുമായിരുന്നു. ഇപ്പോഴത്തെ അതൊന്നുകൂടെ എടുത്ത് നടപ്പാക്കേണ്ട ആവശ്യം, ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതായതുകൊണ്ട് SNDP അത് ഉന്നയിക്കുന്നു, NSS അത് അംഗീകരിക്കുന്നു, നടപ്പാക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയാണ്. അങ്ങനെയല്ല, അത് ഞങ്ങളിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് നിങ്ങൾക്കൊക്കെ തന്നെ അനലൈസ് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് വർഗീയതയുടെ കാര്യമല്ല, വർഗീയതയൊന്നുമില്ല. ഐക്യത്തെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് പ്രതികരണങ്ങൾ. അത് ഈ സന്ധ്യക്ക് കുറെ ആളുകൾ കയറിയിരുന്ന് നിരപ്പുന്നുണ്ട് ഓരോ വിഷയത്തിൽ. അവർ ചെയ്തോട്ടെ, അവരെന്നാ വേണേ പറഞ്ഞോട്ടെ. ഞാനതിനൊന്നും മറുപടി ഒന്നും പറയാൻ പോകുന്നു. വൈകിട്ടാകുമ്പോൾ ഒഴിച്ച് കുളിച്ച് ഓർഡറുമൊക്കെ ഇട്ട് വന്നിരുന്ന് ആരെങ്കിലുമൊക്കെ തോന്നിയതൊക്കെ വിളിച്ചു പറയാം യോഗ്യന്മാര്. അതിന് ഞങ്ങൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങളെ പുച്ഛിച്ച് തള്ളുക. വർഗീയത എതിർക്കുന്നത് ഒരു സെലക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടോ? ചിലർ പറയുന്നതിനെ എതിർക്കുകയും ചിലർ പറയുന്നതിനെ. വർഗീയതയൊന്നും അല്ലെന്ന്. ഇവിടെ ഇലക്ഷന്റെ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇലക്ഷൻ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ സമദൂരത്തില്ല. ഞങ്ങളുടെ ആളുകൾ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തോട്ടെ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അടിസ്ഥാന മൂല്യങ്ങൾ, NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വരാത്ത വണ്ണം SNDPയും NSSുമായി യോജിച്ചു പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. വർഗീയത പറയുന്നത് അത് വിമർശിക്കുന്നതല്ല, ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട വെച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. അത് ഈ ഉണ്ടായിരിക്കുന്ന മുഴുവൻ അതല്ലേ. ഇത് തെരഞ്ഞെടുപ്പ് കഴിപ്പിയത് അങ്ങ് മാറുമല്ലോ. പക്ഷെ ഐക്യം മാറുകയല്ല, ഒരു സംശയമില്ല അതിനകത്ത്. രാഷ്ട്രീയ കാര്യത്തിൽ അതാണ് ഞാൻ പറയാം. ഈ അടിസ്ഥാന NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറഞ്ഞില്ല, അത് സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ എടുക്കും. ഐക്യം ആവുകയുള്ളൂ. അപ്പൊ അതിനകത്ത് അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് ഈ സമദൂരം. അത് വിട്ടുള്ള ഏർപ്പെടൊന്നുമില്ല. അത് അദ്ദേഹം എങ്ങനെ തീരുമാനിക്കുന്ന അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ വേർഷനാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ ചർച്ച നടത്തുമെന്നാണ് പറയുന്നത്. അതെ, മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളുമൊക്കെ ചർച്ച നടത്തും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അല്ല പറഞ്ഞു.
ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ ചർച്ച നടത്താൻ താല്പര്യമുണ്ട്. ഞങ്ങൾ അതിലേക്ക് പോയില്ലല്ലോ. നമ്മൾ SNDP NSS ഐക്യത്തെ പറ്റി ആണ് ഇപ്പോൾ പറയുന്നത്. SNDP NSS ഐക്യം, അതായത് ഹിന്ദു സമുദായത്തിലെ പ്രബല സമുദായങ്ങളാണ് SNDP NSS. അവർ തമ്മിൽ യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ആവശ്യമാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ അത് ഉന്നയിക്കുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ ഔദ്യോഗിക ബാക്കി കാര്യ തീരുമാനങ്ങളൊക്കെ പിന്നീടുണ്ടാവും.